ഇപ്പോൾ ചത്താന ഗൈസ് മീൻസ് എന്താ സംഭവം അത് ഇങ്ങനെ എന്നൊരു ശബ്ദം ഉണ്ടല്ലോ അതിങ്ങനെ കൂടി കൂടി വരുന്നു. അതാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ നോക്കിയത്. ഹലോ, ഒരു കുഞ്ഞു കാര്യം പറയാനാണ് വന്നത്. കുഞ്ഞു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചത്താന ഗൈസ് ഒന്നുമില്ല കേട്ടോ. ഞാൻ രാത്രിയിൽ ചീതൂട്ടി മോനും അപ്പുറത്തിരിക്കും. അപ്പോൾ ഞാൻ കഥ കടിച്ചിട്ട് അടുക്കളയിൽ അവിടെ ഇരുന്നിട്ടായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എടുക്കുന്നതിന് മുന്നേ തന്നെ എന്തോ ചെറിയൊരു അലർച്ച പോലെ തോന്നി എനിക്ക്. അപ്പോൾ ഞാനത് മൈൻഡാക്കാണ്ട് വീണ്ടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു മഴയും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്ത് സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ ഈ അലർച്ച ഉണ്ട്. അലർച്ച എന്ന് പറയുമ്പോൾ മീൻസ് എന്താ സംഭവം അത് ഇങ്ങനെ എന്നൊരു ശബ്ദം ഉണ്ടല്ലോ അതിങ്ങനെ കൂടി കൂടി വരുന്നു. അതാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയത് കേട്ടോ. നോക്കിയപ്പോൾ എന്താണെന്നറിയാവോ, ഒറ്റയാൻ പന്നി തമ്പുരാനെ. എന്നിട്ട് ഞാനും ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത് അത് ഒറ്റ ചാട്ടം. അവിടെ ഇരുട്ടായതുകൊണ്ട് എനിക്ക് കാണാൻ വേണം. നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയായിരുന്നു ഈ സാധനം നിന്ന് കേട്ടോ. ഞാൻ പേടിച്ച് പറഞ്ഞാൽ ഞാൻ പതുക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അത് പുറത്തേക്ക് ഒറ്റ ചാട്ടം. ഞാൻ ഓടിയങ്ങകത്ത് കയറി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാൻ വന്ന കാര്യം അതൊന്നുമല്ല. നമ്മുടെ ഗീവ് വേ വിന്നർ ഒരാൾ മിസ്സിംഗ് ആണ്. സന്ധ്യ ഉണ്ണിയെന്നായിരുന്നു ആ വിന്നറിൻ്റെ ID നെയിം. ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരി ഞാൻ ആ ഗീവ് വേയുടെ ആ സംഭവം അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വരെയും നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. തലേ ദിവസം വരെ ആണോ അടുത്ത് വരെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മെസ്സേജ് എന്ന് വെച്ചാൽ കമൻറ്റ് ഇടുമായിരുന്നു. ഇപ്പോൾ കുറേ നാളുകൊണ്ട് ആ പുള്ളിക്കാരുടെ ഒരു കമൻറ്റും കാണാനില്ല കേട്ടോ. അപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ടെൻഷൻ. എന്ത് പറ്റിയതാണോ, ഇന്ന് നമ്മുടെ വീഡിയോ കാണാനിട്ടാണോ, വീഡിയോ ബോറായതുകൊണ്ട് ഇനി കാണാൻ നിർത്തിയോ, അതോ എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലാണോ എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ വരുന്നു. എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നാൻ കാരണം ഞാൻ പുള്ളിക്കാരെ കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങൾ ആരും അറിയില്ല. നിങ്ങൾ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ എനിക്കൊരു 100 പേരൊക്കെ അറിയാവുള്ളവളായിരിക്കും. പക്ഷെ ബാക്കി ആരും എനിക്ക് അറിയാത്തവരാണ്. എന്തെങ്കിൽ കൂടിയും നമ്മൾ ആദ്യം ചാനൽ തുടങ്ങിയപ്പോൾ മുതലുള്ള ആൾക്കാരാണ്, ഒരുപാട് പേരുണ്ട്. അപ്പം അതിൽ 2 ലക്ഷം പേരുണ്ടെങ്കിലും കമൻറ്റ് ഇടുന്ന ആൾക്കാർ കുറച്ച് പേര് നമുക്ക് കമൻറ്റ് ഇടാറുള്ളൂ. അപ്പോൾ ഡെയിലി കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നതുകൊണ്ടും കമൻറ്റ് ഞാൻ കാണുന്നതുകൊണ്ടും എനിക്കറിയാം ഈ പേര് വായിക്കുമ്പോൾ എല്ലാവരെയും എന്നുവെച്ചാൽ എങ്ങനെ അത് പറഞ്ഞു തരേണ്ട, ഞാൻ എല്ലാവരും അറിയാമെന്ന് വെച്ചാൽ ആ പേര് കൊണ്ട് എനിക്ക് മനസ്സിലാവും, ആ ID നെയിം കൊണ്ട് എനിക്ക് മനസ്സിലാവും ആ ഇന്ന ആളാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ സ്ഥിരം ഇടുന്ന ആളാണല്ലോ. അങ്ങനെ സ്ഥിരം കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഈ സന്ധ്യ ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളെ. പക്ഷേ ഇപ്പോൾ ആൾ മിസ്സിംഗ് ആണ്. നമ്മുടെ വീഡിയോ കാണുന്നതുകൊണ്ട് എനിക്കറിയില്ല, കമൻറ്റ് വരാറില്ല. അതുകൊണ്ട് ഒരു ഭയങ്കര വിഷമം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കണ്ണോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ആളിന് ജീവിച്ചിരിപ്പുണ്ടാവോ, എന്തെങ്കിലും പ്രശ്നം വന്നതായിരിക്കും എന്നൊക്കെ. ശരിക്കും ആർക്കെങ്കിലും ഈ സന്ധ്യ ഉണ്ണി എന്ന് പറയുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പുള്ളിക്കാരിക്ക് എന്താ പറ്റിയത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ കമൻറ്റ് ഇടാത്തത്, സുഖമില്ലാതെ കിടക്കുവാണോ എന്നൊക്കെ ഒരു എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ എൻ്റെ ഫാമിലിയിലുള്ളവരെ പോലെ ഞാൻ കാണുന്നത്. എൻ്റെ ഫാമിലിയിലുള്ളവരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് എൻ്റെയും പ്രശ്നമാണ്. അപ്പോൾ ഒരു ദിവസം കമൻറ്റ് ഇടുന്ന ഒരാൾ പിറ്റേന്ന് കമൻറ്റ് ഇടാതിരിക്കുമ്പോൾ ഉള്ളിലൊരു വിഷമം ഉണ്ടാവും, അയ്യോ എന്ത് പറ്റിയാവോ എന്നൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ആ പുള്ളിക്കാരുടെ കമൻറ്റുകൾ വരാറില്ല. അപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ടെൻഷൻ, അയ്യോ എന്ത് പറ്റിയതാവോ, സുഖമില്ലായ്മയാണോ, ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഒരു വല്ലാത്ത നെഗറ്റീവ് ചിന്തകൾ കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു മുന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞിരുന്നു സന്ധ്യ ഉണ്ണിയെക്കുറിച്ച്. അപ്പോൾ ഒരാൾ ചോദിച്ചു ചാത്തന്നൂരുള്ള സന്ധ്യ ആണോ എന്ന് ചോദിച്ചു. എനിക്ക് അവരുടെ മറ്റു ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഈ സന്ധ്യ ഉണ്ണി എന്ന് പറഞ്ഞ ID മാത്രമേ അറിയാവൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും സന്ധ്യ ഉണ്ണി ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചേക്കുക, ഈ ഫുഡ് ആൻഡ് ട്രാവൽ നമ്മുടെ ചാനൽ കാണാറുണ്ടായിരുന്നോ, കമൻറ്റ് ഇടാറുണ്ടായിരുന്നോ എന്ന്. എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ്. പുള്ളിക്കാരിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നറിഞ്ഞാൽ, ആരോഗ്യം ഓക്കെയാണ്, ജീവനോടുണ്ടെന്നറിഞ്ഞാൽ ഒരു സമാധാനം, ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ കേട്ടോ. അത് പറയാനാണ് വന്നത്. പക്ഷേ ഇന്ന് ഞാൻ പടവാകുമായിരുന്നു. പന്നി ഇറങ്ങിയിട്ടേ, മഴ ചാറുന്ന സമയത്ത് നമ്മുടെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പന്നി ഇറങ്ങാറുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ. അവിടെ എങ്ങാനും പന്നി ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണേ. ചെയ്തിട്ട് കരയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.